ഒരാളെ സ്നേഹിക്കാൻ എളുപ്പമാണ്, ബട്ട് മനസ്സിലാക്കാനോ പഠിക്കാനോ പാടാ. എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ അറ്റ്യൂൺമെൻറ്റ് എന്നാ പറയുക. എന്ന് വെച്ചാൽ ഒരാൾ പറയുന്നതും പറയാതെ പറയുന്നതും പെർസീവ് ചെയ്യാനും മനസ്സിലാക്കാനും അതിനോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള അബിലിറ്റി. വെനെവർ യു ട്രൈ ടു ലേൺ സമ്മൺ, അല്ലെങ്കിൽ ഒരാൾ കടന്നു പോകുന്ന അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് പേയിങ് അറ്റൻഷൻ ഈവൻ ഫ്രം എ ഡിസ്റ്റൻസ്. ആ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ യു വിൽ ബി ഏബിൾ ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. രണ്ട് മെസ്സേജസിൻ്റെ ഇടയ്ക്കുള്ള സൈലൻസ്, അതുപോലെ ഒരു ഇമോഷണൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുള്ള എനർജി ഷിഫ്റ്റ്. ഇനിയിപ്പം ഉള്ളിൽ ഹെവിനെസ് ക്യാരി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ പല സിറ്റുവേഷൻസിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് പിടികിട്ടും. ഈ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കുള്ള ജേർണി എളുപ്പമല്ല, ബട്ട് പോസിബിൾ ആണ്. ആൻഡ് ഓൾസോ വർത്ത് ഇറ്റ് വിത്ത് ദ റൈറ്റ് വൺസ്. വെൻ യു ലവ് സമ്മൺ യു ക്യാൻ സേ ഐ കെയർ അബൌട്ട് യു, ബട്ട് വെൻ യു ട്രൈ ടു ലേൺ സമ്മൺ യു ക്യാൻ സേ ഐ ക്യാൻ സീ ആൻഡ് ഫീൽ യു. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഇഫ് എവർ എ പേഴ്സൺ ഫീൽസ് ഹേർഡ് ഓർ സീൻ ത്രൂ അവർ ആക്ഷൻസ് ഓർ എഫേർട്സ്, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താണുള്ളത്?